നമസ്കാരം. ഞാൻ ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീൻ, പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ക്യാൻസർ സർജനും ബ്രസ്റ്റ് ഓങ്കോപ്ലാസ്റ്റിക് സർജനുമാണ്. നമുക്കറിയാം, ഏതൊരു ക്യാൻസർ രോഗനിർണയം നടന്നു കഴിഞ്ഞാൽ മിക്കവാറും പേഷ്യൻസ് ചോദിക്കാറുള്ള ചോദ്യം, ഡോക്ടർ ഈ ക്യാൻസറിൻ്റെ സ്റ്റേജ് എന്താണ്? ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ കാരണം മിക്കവാറും പൊതുജനത്തിന് അറിയാവുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഏർലി സ്റ്റേജിൽ ആരംഭദശയിലുള്ള സ്റ്റേജുകളിൽ രോഗനിർണയം നടന്നാൽ ചികിത്സാനന്തരം പരിപൂർണമായ രോഗമുക്തി സാധ്യമായേക്കും. അതേസമയം അഡ്വാൻസ്ഡ് സ്റ്റേജിലാണെങ്കിൽ, അതായത് തേർഡ് സ്റ്റേജിലോ മറ്റോ ആണെങ്കിൽ, ഫോർത്ത് സ്റ്റേജിലാണെങ്കിൽ ചികിത്സയുടെ ഗുണം അത്രയും തന്നെ ഉണ്ടാവില്ല എന്നുള്ളത് ആണ്. ഈ വസ്തുതകൾ ഇങ്ങനെയാണെന്നിരിക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി കാണപ്പെടുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏർലി സ്റ്റേജിൽ രോഗനിർണയം നടത്തപ്പെടുന്ന പല സ്തനാർബുദ കേസുകളും 5 വർഷത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ പരിപൂർണമായ ചികിത്സയ്ക്ക് ശേഷവും തിരിച്ചു വരുന്നതായി കാണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എന്നുള്ള ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്, ക്യാൻസറിൻ്റെ വ്യാപ്തി സൂചിപ്പിക്കുന്ന സ്റ്റേജ് പോലെ തന്നെ പ്രധാനമാണ് ക്യാൻസറിൻ്റെ ജൈവ സ്വഭാവം അഥവാ ട്യൂമർ ബയോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാൻസറിൻ്റെ ട്യൂമർ ബയോളജി അനുസരിച്ച് സ്തനാർബുദത്തെ പൊതുവെ നമുക്ക് 3ആയി തിരിക്കാം. ഒട്ടനവധി ടൈപ്പുകളുണ്ടെങ്കിലും പ്രധാനമായും 3ആയി തിരിക്കാം. ഒന്ന്, ഹോർമോൺ പോസിറ്റീവ് HER2 നെഗറ്റീവായിട്ടുള്ള ക്യാൻസറുകൾ, വേറൊന്ന് ഹോർമോൺ നെഗറ്റീവ് ക്യാൻസറുകൾ, വേറൊന്ന് HER2 പോസിറ്റീവ് ക്യാൻസറുകൾ. ഇതിൽ ആദ്യം പറഞ്ഞ ഹോർമോൺ പോസിറ്റീവ് HER2 നെഗറ്റീവ് ആയിട്ടുള്ള ജൈവ സ്വഭാവം പൊതുവെ നല്ല രീതിയിൽ ചികിത്സയ്ക്ക് പ്രതികരിക്കുന്ന ട്യൂമറുകളാണ്. അതേസമയം ഹോർമോൺ നെഗറ്റീവ് ട്യൂമറുകളും HER2 പോസിറ്റീവായിട്ടുള്ള ട്യൂമറുകളും പൊതുവെ അല്പം മോശ സ്വഭാവമാണ്, പെട്ടെന്ന് പടർന്ന് പിടിക്കാൻ സാധ്യതയുള്ള ട്യൂമറുകളാണ്. ആ ട്യൂമറുകളുടെ ചികിത്സാ രീതിയിലും ചികിത്സാക്രമത്തിലും വ്യത്യാസങ്ങളുണ്ട്. അതോടൊപ്പം ചികിത്സാനന്തരം കൃത്യമായ ചെക്കപ്പ് ആവശ്യമാണ്. കാരണം അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞ ഹോർമോൺ പോസിറ്റീവ് ക്യാൻസറുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ ഈ ഹോർമോൺ നെഗറ്റീവ് ട്യൂമറാണോ HER2 പോസിറ്റീവ് ട്യൂമറാണോ എന്നറിയുന്നതിന് ചികിത്സാക്രമത്തിൽ എന്താണ് പ്രാധാന്യം? നമുക്കറിയാം, ഏർലി സ്റ്റേജിലുള്ള ട്യൂമറുകൾക്ക് വർഷങ്ങളായി നമ്മൾ പൊതുവെ ആദ്യമേ സർജറി ചെയ്ത് അത് നീക്കം ചെയ്യുകയും അതിനുശേഷം മരുന്നുകൾ കൊടുത്തുള്ള കീമോതെറാപ്പി, ചില കേസുകളിൽ ലൈറ്റ് അടിച്ചിട്ടുള്ള ചികിത്സ അഥവാ റേഡിയേഷൻ ചികിത്സ, പിന്നെ ചില കേസുകളിൽ ഹോർമോൺ ഗുളികകൾ കഴിക്കുക തുടങ്ങിയ ചികിത്സകളാണ് ഉള്ളത്. എന്നാൽ ഈ മോശം ജൈവ സ്വഭാവമുള്ള ഹോർമോൺ നെഗറ്റീവ് ട്യൂമറുകൾക്കും HER2 പോസിറ്റീവ് ട്യൂമറുകൾക്കും പലപ്പോഴും ആദ്യം വേണ്ട ചികിത്സ എന്ന് പറയുന്നത് മരുന്നുകൾ കൊടുത്തുള്ള അഥവാ കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി തുടങ്ങിയ മരുന്നുകൾ കൊടുത്തുള്ള ചികിത്സയാണ്. കാരണം പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഇവിടെ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഈ ട്യൂമറുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ ട്യൂമറിന് പടരാനുള്ള ആ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. അത് തടയാനുള്ള മാർഗം എന്നുള്ള രീതിയിൽ ഈ കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി തുടങ്ങിയ ചികിത്സകൾ ആദ്യമേ തന്നെ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ട്യൂമർ ശരീരത്തിൽ നമ്മുടെ ബ്രസ്റ്റിൽ ഇരിക്കുന്ന അവസ്ഥയിൽ മറ്റു ഭാഗങ്ങളിലെങ്ങും വ്യാപിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് കീമോതെറാപ്പിയും മറ്റു മരുന്നുകളും കൊടുക്കുന്നതിലൂടെ ഈ ട്യൂമർ ചുരുങ്ങുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ചുരുങ്ങി പൂർണ്ണമായി കാണാതാകുന്ന ട്യൂമറുകൾ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് ഭാവിയിൽ തരുന്നതാണ്. അതേസമയം ചില ട്യൂമറുകൾ, ഈ ഹോർമോൺ നെഗറ്റീവായിട്ടുള്ള HER2 പോസിറ്റീവായിട്ടുള്ള ട്യൂമറുകൾ ആദ്യമേ തന്നെ കീമോതെറാപ്പിയും മറ്റു മരുന്നുകളും കൊടുത്തതിന് ശേഷവും കുറച്ചെങ്കിലും അവശേഷിക്കാറുണ്ട്, പരിപൂർണമായി കാണാതാവില്ല. അത്തരം ട്യൂമറുകൾ സർജറിയിലൂടെ നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് തുടർന്ന് ഈ മരുന്നുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ആദ്യമേ ട്യൂമർ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്യൂമർ മരുന്നുകൾക്ക് അഥവാ കീമോതെറാപ്പിക്ക് പ്രതികരിക്കുന്ന ടൈപ്പാണോ അല്ലെങ്കിൽ പ്രതികരിക്കാത്ത ടൈപ്പാണോ എന്ന് മനസ്സിലാക്കാനുള്ള അവസരം നമുക്ക് നഷ്ടമാവുകയും അതിനോടനുബന്ധിച്ച് ഈ തുടർന്ന് കൊടുക്കേണ്ട കീമോതെറാപ്പി മരുന്നുകൾ ആ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റാതാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ചികിത്സയിലെ തീരുമാനങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത് ക്യാൻസറിൻ്റെ ജൈവ സ്വഭാവം നിർണ്ണയിച്ചുകൊണ്ടാണ്. ഈ ജൈവ സ്വഭാവം നിർണ്ണയിക്കപ്പെടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ്
നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കോർ നീഡിൽ ബയോപ്സി അഥവാ വലിപ്പമുള്ള ഒരു സൂചി വെച്ചിട്ടുള്ള ഒരു കുത്തിപ്പരിശോധനയാണ്. ആ കോർ നീഡിൽ ബയോപ്സിയിലൂടെയാണ് ഇത് നമുക്ക് ആദ്യമേ മനസ്സിലാക്കാൻ കഴിയുക. ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങൾക്ക് തുടർന്ന് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.